നമസ്കാരം. 5 പേർക്ക് പുതുജീവൻ നൽകി അകാലത്തിൽ കടന്നുപോയ കുഞ്ഞുമാലാഖ ആലിൻ ഷെറിന്റെ പേരിൽ കേരളത്തിലെ ആദ്യത്തെ അവയവ മാറ്റ ആശുപത്രി. 10 മാസക്കാരിയായ ആലിൻ ഷെറിന്റെ പത്തനംതിട്ടയിലെ ഭവനത്തിൽ സന്ദർശനം നടത്തിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റേതാണ് ഈ പ്രഖ്യാപനം. കോഴിക്കോട് മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് പുതുതായി നിർമ്മിക്കുന്ന അവയവ മാറ്റ മെഡിക്കൽ ആശുപത്രിക്കാണ് ആലിൻ ഷെറിന്റെ പേരിടുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും ഇത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആലിൻ ഷെറിൻ. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആലിൻ ഷെറിന്റെ അവയവങ്ങൾ ദാനം ചെയ്യുവാനുള്ള മാതാപിതാക്കളുടെ മനോധൈര്യത്തെ മുഖ്യമന്ത്രി പ്രത്യേകം പരാമർശിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിനൊപ്പമായിരുന്നു മുഖ്യമന്ത്രിയുടെ സന്ദർശനം. ആലിന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും വേദനയിൽ പങ്കുചേർന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. സ്വന്തം മരണത്തിലൂടെ 4 പേർക്ക് ജീവൻ തിരിച്ചു നൽകിയ ആലിനെ കേരളം ഒരിക്കലും മറക്കില്ലെന്നും മുതിർന്നവർക്ക് പോലും മാതൃകയായ കുഞ്ഞിന്റെ ഓർമ്മകൾ എന്നും നിലനിർത്താനാണ് പുതുതായി ആരംഭിക്കുവാനിരിക്കുന്ന അവയവ ആശുപത്രിക്ക് ആലിന്റെ പേരിടുന്നതെന്നുമാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. കുടുംബത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തു. സന്ദർശനത്തിന്റെ വീഡിയോ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു. മന്ത്രി വീണ ജോർജും കുടുംബത്തെ സന്ദർശിക്കുന്ന ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു. മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ആലിന്റെ ഭവനം സന്ദർശിച്ചു. ആരോഗ്യ വകുപ്പിന് കീഴിൽ ചൊവ്വായൂരിലാണ് അവയവമാറ്റ ആശുപത്രി സ്ഥാപിക്കുന്നത്. അവയവദാന രംഗത്തെ ഈ കേന്ദ്രം ആലിന്റെ പേരിൽ അറിയപ്പെടുന്നത് നാടിനാകെ വലിയൊരു സന്ദേശമാകുമെന്ന് മുഖ്യമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം. ആശുപത്രിക്ക് പുറമെ ഗവേഷണം, പരിശീലനം എന്നിവയിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഫെബ്രുവരി 5-നുണ്ടായ വാഹനാപകടത്തിലാണ് 10 മാസം പ്രായമുള്ള കുഞ്ഞിന് ഗുരുതരമായി പരിക്കേറ്റത്. തുടർന്ന് അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ആലിന്റെ മരണശേഷം മാതാപിതാക്കൾ എടുത്ത തീരുമാനത്തിലൂടെ 5 പേർക്കായിരുന്നു പുതുജീവൻ ലഭിച്ചത്. കുഞ്ഞിന്റെ കരൾ, 2 വൃക്കകൾ, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ എന്നിവ ദാനം ചെയ്യാൻ പിതാവ് അരുൺ എബ്രഹാമും അമ്മ ഷെറിനും മുന്നോട്ട് വരികയായിരുന്നു. തുടർന്ന് ഈ അവയവങ്ങൾ അർഹതപ്പെട്ടവർക്ക് ഏറ്റവും വേഗത്തിൽ എത്തിച്ചു കൊടുക്കുവാൻ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മുന്നൊരുക്കങ്ങളാണ് പോലീസും ആരോഗ്യ പ്രവർത്തകരും ജനങ്ങളും ചേർന്ന് നടത്തിയത്. ഇതോടെ ആലിൻ ഷെറിന്റെ പേര് കേരളത്തിന്റെ മാനവികതയുടെ ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ചെയ്തു. എന്നാൽ ആ കുഞ്ഞിന്റെ മരണത്തെ പോലും പണമുണ്ടാക്കുവാനുള്ള മാർഗമായി കാണുന്ന ചില തട്ടിപ്പുകാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ട്. അവയവം സ്വീകരിച്ച കുട്ടിയുടെ ശസ്ത്രക്രിയയ്ക്കായി പണം വേണമെന്നും മറ്റും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ചില വ്യാജ അക്കൗണ്ടുകൾ വഴി പണപ്പിരിവ് നടക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായും തട്ടിപ്പാണ്. ആലിന്റെ കുടുംബമോ സർക്കാരോ അല്ലെങ്കിൽ അവയവം സ്വീകരിച്ച കുടുംബങ്ങളോ ആരോടും പണം ആവശ്യപ്പെട്ടിട്ടില്ല. ശസ്ത്രക്രിയകളും അനുബന്ധ ചികിത്സകളും പൂർണ്ണമായും സർക്കാർ സംവിധാനങ്ങളിൽ സൗജന്യമായാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും വരെ പിന്തുണ അറിയിച്ചിട്ടുള്ള ഈ വിഷയത്തെ മുതലെടുത്ത് പാവപ്പെട്ടവരുടെ പണം തട്ടാൻ ശ്രമിക്കുന്ന നരാധവന്മാരെ തിരിച്ചറിയുക. ഇത്തരം തട്ടിപ്പുകാർക്ക് 1 രൂപ പോലും നൽകരുത്. ആലിന്റെ മുത്തച്ഛൻ റെജി സാമുവൽ തന്നെ ഈ തട്ടിപ്പിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം ആലിന്റെ മാതാപിതാക്കൾക്ക് നേരെ സൈബറിടത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. മനസാക്ഷി മരവിച്ച ആ സോഷ്യൽ മീഡിയ ജഡ്ജിമാർക്കായി ചില സത്യങ്ങൾ പറയുകയാണ്. മരണം ഒരു വീടിന്റെ ഉമ്മറപ്പടിയിൽ വന്ന് നിൽക്കുമ്പോൾ നെഞ്ചു തകർന്ന് നിലവിളിക്കാത്തവർക്ക് അവിടെ എന്ത് കാര്യമെന്ന് ചോദിക്കുന്നവരോട് 10 മാസം മാത്രം പ്രായമായ ആലിൻ എന്ന പിഞ്ചോമന 6 അടി മണ്ണിലേക്ക് പോയത് 5 ജീവനുകൾക്ക് വെളിച്ചം നൽകിക്കൊണ്ടാണ്. ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ചിരിക്കുന്നുവെന്ന് പരാതിപ്പെടുന്നവർ കണ്ടിട്ടുണ്ടോ ആ മാലാഖ മരണത്തോട് മല്ലിട്ടപ്പോൾ അവർ അനുഭവിച്ച ആ നരകവേദന? തങ്ങളാൽ ആകും വിധം കുഞ്ഞിനെ തിരികെ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. പരാജയപ്പെട്ടപ്പോൾ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് അവർ ആ തീരുമാനമെടുത്തത്. തങ്ങളുടെ മകളുടെ അവയവങ്ങൾ ദാനം ചെയ്യുക. അലമുറയിടുന്നതിനേക്കാൾ വലിയൊരു പ്രത്യാശയിലേക്ക് ആ അപ്പനും അമ്മയും കൈകോർത്ത് നടന്ന് കയറിയപ്പോൾ അത് കേരളം കണ്ട ഏറ്റവും വലിയ കരുത്തായി മാറി. കുഞ്ഞിന്റെ അവയവം ദാനം ചെയ്ത അപ്പന്റെ വസ്ത്രധാരണത്തെയും ആ അമ്മയുടെ മനസ്സാന്നിധ്യത്തെയും ചോദ്യം ചെയ്യാൻ വരുന്നവർക്ക് മുന്നിൽ ചില ചോദ്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അസാമാന്യ മനക്കരുത്തുള്ളവരാണ് ഈ യുവദമ്പതികൾ. മറ്റുള്ളവരുടെ മുന്നിൽ പൊട്ടിക്കറിഞ്ഞാൽ മാത്രമേ വേദനയുണ്ടാവൂ എന്ന് വിശ്വസിക്കുന്നു എന്ന കരുതപ്പെടുന്ന ഒരു സമൂഹം എത്ര നാണം കെട്ടതാണ്. ഓരോരുത്തരുടെയും മാനസികാവസ്ഥയും അവർക്കുള്ള ഫീലിംഗ്സും ഒക്കെ വ്യത്യസ്തമാണ്. 7 ദിവസം ആശുപത്രി കിടക്കയിൽ മരണത്തെ മുഖാമുഖം കണ്ട മകൾക്ക് വേണ്ടി നെഞ്ചുപൊട്ടിയവരെയാണ് അധിക്ഷേപിക്കുന്നത്. സമൂഹ നന്മയ്ക്ക് വേണ്ടി ആരും ധൈര്യപ്പെടാത്ത തീരുമാനം കൈക്കൊണ്ടവരാണവർ. അവസരം നോക്കാതെ വിമർശിക്കാൻ മാത്രം ജീവിക്കുന്ന കുറെ മനുഷ്യത്വം മരവിച്ച ജന്മങ്ങൾ. മകളെ നഷ്ടപ്പെട്ട അമ്മയുടെയും അച്ഛന്റെ സങ്കട കണ്ണുനീർ ആരെയാണ് കാണിക്കേണ്ടത്? സമൂഹ മാധ്യമങ്ങളിലെ വിഷജന്തുക്കളെയാണോ? സാമൂഹ്യ മാധ്യമത്തിലൂടെ ഉയർന്നു വരുന്ന വിഷം വമിപ്പിക്കുന്ന വിദ്വേഷങ്ങളിൽ കാഴ്ച നഷ്ടപ്പെട്ട ചുറ്റുമുള്ള സകലത്തിനെയും വിദ്വേഷത്തിന്റെ മരവിച്ച കണ്ണുകളുമായി നോക്കിക്കാണുകയാണ്. കണ്ടുപോലും കൊതി തീർന്നിട്ടില്ലാത്ത പിഞ്ചോമനെ നഷ്ടമായ മാതാപിതാക്കളുടെ ഉള്ളിലെ വിങ്ങൽ ആരെയാണ് അവർ ബോധ്യപ്പെടുത്തേണ്ടത്? ആലിൻ ഇവിടെയുണ്ട്. മറ്റു 4 മക്കളിലൂടെ ആലിൻ ഇവിടെ തന്നെ ജീവിച്ചിരിക്കുകയാണ്.
അവളെ അവസാനമായി യാത്ര അയക്കുമ്പോൾ ആ മാതാപിതാക്കളെ കണ്ട് ഒരേ സമയം സങ്കടവും അഭിമാനവും ഒക്കെയാണ് കേരള ജനതയ്ക്ക് തോന്നുന്നത്. സ്വന്തം കുഞ്ഞു മരവിച്ചു കിടക്കുമ്പോൾ അലറിക്കരയുന്ന അല്ലെങ്കിൽ തളർന്നു വീഴുന്ന മാതാപിതാക്കളെയാണ് നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ആ അച്ഛനും അമ്മയും കരഞ്ഞില്ല. അവർ പരസ്പരം കൈകൾ കോർത്തു പിടിച്ചു. തളരരുത്, ഞാനുണ്ട് കൂടെ എന്ന് വാക്കുകൾ കൊണ്ടല്ലാതെ അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു. സ്വന്തം മനസ്സിനെ അവർ അത്രമേൽ നിയന്ത്രിച്ചു. തങ്ങളുടെ മകളുടെ മനോഹരമായ ചിരിക്കുന്ന ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് അവർ മകൾക്ക് യാത്ര നൽകിയത്. എന്തിനായിരുന്നു ആ ഒരു മനക്കരുത്ത്? തങ്ങളുടെ മകൾ ഒരാളല്ല, 5 മക്കളായി ഈ ലോകത്ത് ജീവിക്കുമെന്ന തിരിച്ചറിവായിരുന്നു അത്. ഒരു ആക്സിഡന്റ്, ഒരു മരണം എന്നതിനപ്പുറം 5 കുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകി മടങ്ങുന്ന തങ്ങളുടെ മാലാഖയെ കുറിച്ചുള്ള അഭിമാനമായിരുന്നു ആ കണ്ണുകളിൽ. അവൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് 5 പേർക്ക് പുഞ്ചിരി നൽകിക്കൊണ്ടാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ തോറ്റുപോയിട്ടില്ല. നിങ്ങൾ ഈ ലോകത്തിന് നൽകുന്നത് വലിയൊരു പാഠം കൂടിയാണ്. സങ്കടക്കടലിലും മറ്റൊരാളുടെ കണ്ണീരൊപ്പുവാൻ കാണിച്ച ആ വലിയ മനസ്സ്. നിങ്ങളാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർമാർ. അതേസമയം ആലിനെ ആഘോഷിക്കുന്ന മലയാളികളെ ഓർത്ത് ലജ്ജ തോന്നുന്നുവെന്നും മറ്റു രാജ്യങ്ങളിലായിരുന്നുവെങ്കിൽ മാതാപിതാക്കൾ ജയിലിൽ ആയേനെ എന്നും പറയുകയാണ് എഴുത്തുകാരനും ശാസ്ത്രചിന്തകനുമായ എതിരൻ കതിരവൻ. ചൈൽഡ് സീറ്റ് കർക്കശമാക്കുന്നതിനെ പറ്റി ആർക്കും ഒന്നും പറയാനില്ല. നമ്മുടെ അനാസ്ഥ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞുവെന്ന് തോന്നുന്നവർ ആരുമില്ലേ എന്നാണ് എതിരൻ കതിരവൻ ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിക്കുന്നത്. ആലിന്റെ മാതാപിതാക്കൾക്ക് അധികം പരിക്കേറ്റിട്ടില്ല. സൂക്ഷിച്ചിരുന്നെങ്കിൽ ആലിൻ മരിക്കുമായിരുന്നോ എന്നും എതിരൻ കതിരവൻ ചോദിക്കുന്നു. വിദേശ രാജ്യങ്ങളിലായിരുന്നുവെങ്കിൽ ആ മാതാപിതാക്കൾ ജയിലിൽ ആയനെയെന്നും എതിരൻ കതിരവൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിശദമാക്കുകയാണ്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ആലിൻ എന്ന കുഞ്ഞ് വിലക്ഷണമായി പ്രതീകവൽക്കരിക്കപ്പെട്ട് നമ്മൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുന്നത് അതിക്രൂരവും പൈശാചികവുമായ പെരുമാറ്റമാണ്. മുരളി തുമ്മാരുകൂടി പറഞ്ഞു മടുത്ത് നിർത്തിയത് ആരും ഓർമ്മിക്കേണ്ടതില്ലത്രേ. ഒരു ബേബി സീറ്റ് കർക്കശമാക്കുന്നതിനെ പറ്റി ആർക്കും നിർദ്ദേശിക്കാനില്ല. നമ്മുടെ അനാസ്ഥ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞെന്ന് തോന്നുന്നവർ ആരുമില്ല ഇവിടെ. ആലിന്റെ മാതാപിതാക്കൾക്ക് അധികം പരിക്കേറ്റിട്ടില്ല. സൂക്ഷിച്ചിരുന്നുവെങ്കിൽ ആലിൻ മരിക്കുമായിരുന്നു. മറ്റു രാജ്യങ്ങളിൽ ആ പാരന്റ്സ് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായിരിക്കും. ഇന്നലെ ഇവിടെ പാലായിൽ ഒരാൾ ചെറിയ മകനെ ഡ്രൈവിംഗ് സീറ്റിൽ മടിയിലിരുത്തി കാർ ഓടിക്കുന്നത് കണ്ടു. ഒരു ചെറിയ ആഘാതത്താൽ ആ പയ്യന്റെ തലയിൽ സ്റ്റിയറിംഗ് വന്ന് ഇടിക്കും. മിണ്ടാപ്രാണികളായ കുഞ്ഞുങ്ങളെ വിനോദങ്ങളിൽപ്പെടുത്തുന്ന ഇവർ പാരന്റ്സ് തന്നെയാണോ? ആലിനെ ആഘോഷിക്കുന്ന മലയാളികളെ ഓർത്ത് ലജ്ജയുണ്ട് എന്നിങ്ങനെയാണ് ആ കുറിപ്പ്. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ചതിന് പിന്നാലെ അവയവദാനത്തിലൂടെയാണ് 10 മാസക്കാരി ആലിൻ ഷെറിൻ അബ്രഹാം കേരളത്തിന് മാതൃകയായത്. തുടർന്നാണ് ഷെറിന്റെ വീട്ടിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് പുതുതായി ആരംഭിക്കുന്ന പ്രത്യേക അവയവദാന മെഡിക്കൽ കേന്ദ്രത്തിന് ആലിന്റെ പേര് നൽകുമെന്നും പ്രഖ്യാപിച്ചത്. മരണശേഷം മറ്റുള്ളവർക്ക് ജീവൻ പകർന്നു നൽകിയ ആലിന്റെ സ്മരണ ഇന്നും നിലനിർത്തുന്നതായിരുന്നു സർക്കാർ തീരുമാനം. ആലിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട മുഖ്യമന്ത്രി ആശ്വാസവാക്കുകൾ അറിയിക്കുകയായിരുന്നു.